എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മളെപ്പോഴും പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഫസ്റ്റ് കണ്ടൊരു വ്യൂ ആണ് ഇത്. നമ്മുടെ ലേക്ക് വ്യൂ ആണ്. നമ്മൾ എവിടേക്കാണ് പോണേ എന്താണെന്നൊക്കെ അറിയണ്ടേ, അപ്പോൾ അതിനെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. പോകുന്നത് കാറിലാണ് കേട്ടോ. ആദ്യം നമ്മൾ ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത്, പിന്നെ നമ്മളത് മാറ്റി കാറാക്കി. അങ്ങനെ ഉയരങ്ങളിൽ നിന്ന് ലേക്കിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ സ്റ്റെഫിയും മോളും കൂടെ വന്ന് നിന്ന് അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടി എടുത്തു. പിന്നെ അതാ വീണ്ടും വണ്ടിയിൽ കയറി കറക്കം തുടങ്ങി. പിന്നെ ഇതുപോലെ ഇങ്ങനെ കാറൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ പറയുന്ന റേറ്റ് വിട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് തന്നെ ചോദിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നാമത് പറ്റിക്കലാണ്. അപ്പോൾ അവർ പറയുന്ന റേറ്റിന് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ ശരിയാവത്തില്ല. ഇവർ പറയും ഫോറസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറയും. ഒന്നുമില്ല, ചുമ്മാതാണേ. അപ്പം നമ്മൾ ഇവരെ ക്യാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയം രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൊരു 5-8 സ്ഥലങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണിക്കാം, പിന്നെ 1-2 എക്സ്ട്രാ സ്ഥലങ്ങൾ കൂടി കാണിക്കുക എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നമ്മൾ നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അടുത്ത സ്ഥലം. അങ്ങനെ വലിയ ആളും തിരക്കൊന്നും ഇല്ലാത്ത ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം, കാരണം അട്ടയുടെ ശല്യം ഉണ്ടാവും. ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അട്ടയുടെ ശല്യമുണ്ട്, പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് കയറി പോകാനായിട്ടുള്ള ധൈര്യം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു, കാരണം നിറയെ അട്ടയാണ്. നമ്മളെ മുന്നേ നമ്മൾ കണ്ട ആൾക്കാരുടെ കാലുമൊക്കെ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നില്ല. അവിടെ റോഡിൻ്റെ ആ സൈഡിലായിട്ട് നിന്നിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്ത്. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് അപ്പുറത്തൊരു മരത്തിൽ ഒരാൾ ചാടിപ്പോകുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു ആൾ കുറേ നേരം ഇങ്ങനെ പോസ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് തന്നു. പിന്നെ എന്നെ ഉണ്ടക്കണ്ണൊക്കെ നോക്കി തുറപ്പിച്ച് എന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്നെ കണ്ട് പേടിച്ചിട്ടാണോ എന്നറിയാൻ പാടില്ല, അതങ്ങ് അപ്പുറത്തെ മരത്തിലോട്ട് ചാടിപ്പോയി. ഇവിടെ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ ബോർഡുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പുലിയുണ്ട്, ആനയുണ്ട്, പിന്നെ കാട്ടുപോത്തുണ്ട്, അതുപോലെ അങ്ങനെ കുറേ ബോർഡുകൾ കണ്ടു. പക്ഷെ നമ്മൾ ആകെ കൂടി കണ്ടത് ഈ മലയണ്ണാനെ മാത്രമാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ ലേക്കിൻ്റെ അവിടെ നിന്ന് സ്ട്രോബെറി പറിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ ഈ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒത്തിരി സ്ട്രോബെറി കിട്ടിയിട്ടോ. പിന്നെ അടുത്ത ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. പക്ഷെ വെള്ളമില്ലാത്ത കാരണം അങ്ങനെ അത്ര വലിയ ഭംഗി ഇവിടെ നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഭയങ്കര വെയിലുമായിരുന്നു, അപ്പോൾ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. നമ്മളടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിലൊക്കെ നിറയെ കോട ഇറങ്ങിയിട്ട് കാണാമായിരുന്നു. മൊത്തം കോടയായിരുന്നു കേട്ടോ, എവിടെ നോക്കിയാലും കോട. ആദ്യം കുറച്ച് വെയിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നു. പക്ഷേ ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷയും പോയിട്ടോ. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് പളനി വ്യൂ പോയിൻ്റ് കാണാനാണ് പോകുന്നത്. ഈ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പളനി മല കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഇത് കാണാൻ പറ്റുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ഈ പോകുന്ന വഴിയിൽ ഇത്രയും കോട കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ആ പ്രതീക്ഷയൊക്കെ അങ്ങ് ആസ്ഥാനത്തായിപ്പോയി. കണ്ടില്ലേ, മൊത്തം കോട, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ സൈഡിലൂടെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പാറയൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എല്ലാ ഫോട്ടോയും കൂടി ഇതിൽ കുത്തിക്കിയിട്ട് നിങ്ങളെ ഉറപ്പിക്കണ്ടല്ലോ എന്ന് ചോദിച്ചൊരു ഫോട്ടോ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ നിന്ന്, പിന്നെ കോട കയറി വരുന്നതിൻ്റെ കൂടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അങ്ങ് റോട്ടിലോട്ട് കയറിയപ്പോൾ അവിടെ ഇതിലും വലിയ കോടയായിരുന്നു. അപ്പോൾ നടന്നു പോകുന്നതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അനസ് ബായ്. മീഷ ട്രാവൽസ് എന്നാണ് ഇവരുടെ ട്രാവൽസിൻ്റെ പേര്. കൊടൈക്കനാൽ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഇവരുടെ ഈ ട്രാവൽസ് വരുന്നത്. അപ്പോൾ നമ്മളിതാ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും കോടയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല, നല്ലപോലെ കോടയുണ്ട്. ഇവർ പറഞ്ഞ അടുത്തൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. വ്യൂ പോയിൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു അമ്പലമാണ്, മഹാലക്ഷ്മി ടെമ്പിളാണിത്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 10:45 അടുത്തായിട്ടുണ്ട് കേട്ടോ. 11:30 വരെയാണ് നട തുറക്കലുള്ളൂ. അപ്പോൾ വേഗം തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഇറങ്ങണ കണ്ടപ്പോഴത്തേക്കും നിറയെ കുരങ്ങന്മാരൊക്കെ ചാടി അങ്ങ് വന്നായിരുന്നു. അപ്പോൾ അത് അമ്പലത്തിലോട്ട് ഇങ്ങനെ കയറാണ്. 10-12 പടി ഇങ്ങനെ ഉണ്ട് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് കുഞ്ഞൊരു അമ്പലമാണേ. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല. എന്തായാലും എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞത് വീഡിയോ എടുക്കരുതെന്ന്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ചേച്ചിമാർ തലയിൽ വിറകും വെച്ചിട്ട് പോകുന്നത് കണ്ടു. ഒത്തിരി ദൂരെ നിന്നാണ് കേട്ടോ അവരിപ്പോൾ അത് കൊണ്ടുവരുന്നത്. നമ്മൾ പളനി വ്യൂ പോയിൻറ്റിൻ്റെ മുന്നേ ഇവരെ കണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ഒരുപാട് കാത്തിരുന്നൊരു സ്ഥലമാണ്. കാണണം എന്ന് വെച്ച് നമ്മൾ അത്രയും കാത്തിരുന്നൊരു സ്ഥലമാണ്. പക്ഷെ ക്ലൈമറ്റ് കണ്ടോ, ഇമ്മാതിരി ക്ലൈമറ്റാണ്. എന്താവും നമുക്ക് കണ്ടറിയാം. ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ അതുപോലെ തന്നെ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാലൊക്കെ പൂമ്പാറ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് നമുക്കത് കാണണം വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതിൻ്റെ ഇടയിൽ എപ്പോഴത്തെ പോയിട്ട് വില്ലേജ് വ്യൂ ഒക്കെ കാണാനാണ്. ഒട്ടും പ്രതീക്ഷയില്ലാണ്ടായി പോയിട്ട് ഇങ്ങനെ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. എന്നാലും പോയി നോക്കാമെന്ന് തന്നെ നമ്മൾ ഓർത്തു. ഇതും നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തിനെപ്പം ഇനി അങ്ങോട്ട് പോകുന്നത്, അവിടെ പോയിട്ടൊന്നും കാണാനൊന്നുമില്ല, നിങ്ങൾക്ക് വില്ലേജ് വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അവിടെയുള്ളത് ആകെ കൂടിയുള്ളത് ഒരു അമ്പലമാണ്, കുഴുന്തി ആണ്ടവർ ടെമ്പിൾ എന്നാണ് ഒരു അമ്പലത്തിൻ്റെ പേര്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. മുരുകനാണ് അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അത് മാത്രമേ കാണാനുള്ളൂ. അത് കാണാനായിട്ട് അങ്ങോട്ട് പോകണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്തായാലും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോകണം, ഇതാ നമുക്ക് പറഞ്ഞ ആ ഒരു ഇതിലുള്ളതാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ എന്തായാലും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു സ്കൂൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ ആ പിള്ളേരെ പുറത്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കാറിൻ്റെ ഉള്ളിൽ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് തണുത്ത് വിറച്ചിരിക്കുന്നത്, അവിടെ പിള്ളേർ പുറത്തിറങ്ങി എന്നിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിതൊക്കെ കണ്ടാകെ അന്തം വിട്ടിരുന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറിയപ്പോൾ മൊത്തം ഇങ്ങനെ പുകമയായിട്ടിരിക്കുന്നായിരുന്നു. അതിൽ ഈ ഒരു മരം മാത്രമായിട്ട് നമ്മൾ കണ്ടല്ലോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിക്കും മുന്നിൽ വരുന്ന ആളൊന്നും കാണുന്നില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും കാലാവസ്ഥ നമ്മളെ ചതിച്ചു. നമുക്കൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഇതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങൾ കുറേ നേരം എടുക്കുന്നത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നന്നായിട്ട് തകർത്ത് മതിച്ച്. അങ്ങനെ പിന്നെ ഇവിടെ നിന്നൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ക്യാരറ്റ് 20 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങിയിരുന്നു ഒരു കെട്ട്. പിന്നെ 3 തരത്തിലുള്ള വെളുത്തുള്ളിയൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോന്നു. ഇത് മന്നവന്നൂർ ലേക്ക് വ്യൂ പോയിൻ്റാണ്. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മന്നവന്നൂർ മുയലും അതുപോലെ തന്നെ ചെമ്മരിയാടുകളെയും വളർത്തുന്ന ഒരു ഫാമുണ്ട്. ആ ഫാം കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് റാബിറ്റ് ഫാമിലോട്ടാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കൂടുകളിലായിട്ട് ഒത്തിരി മുയൽ കുട്ടികളും അതിന് തള്ളമുയലും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവരെ കാണാനായിട്ട്. ഓരോ കൂട്ടിലും 5ഉം 10ഉം മുയൽ കുട്ടികൾ വീതമുണ്ട്. അപ്പം നമുക്ക് മുയൽ കുട്ടികളെ മാത്രമേ കാണാനായിട്ട് പറ്റിയുള്ളൂ. ചെമ്മരിയാടുകളെ മേയാനായിട്ട് ലേക്കിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അവരെയൊന്നും ഇങ്ങനെ ഇത്ര അടുത്ത് നിന്ന് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റും. താഴെ അവർ വെള്ളത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് മേയാനായിട്ട് വിട്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ മേലെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് അങ്ങോട്ട് അടുത്ത് പോകാൻ പറ്റില്ല, അവിടെ ഫെൻസിങ് ഉള്ള കാരണം നമുക്ക് അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ ആ സൈഡിൽ വെറുതെ പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കാമെന്ന് മാത്രം. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാനായിട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിൽ പെട്ടതാണ് കേട്ടോ ആ ഊട്ടിപ്പൂ. എന്തായാലും ഇവിടെ വരെ വന്നാലേ ഇനി ഇത് കാശ് കൊടുത്ത് വാങ്ങണ്ടല്ലോ, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. അപ്പം ഞാൻ കുറേ പറിച്ചെടുത്തായിരുന്നു. അങ്ങനെ ആ വെയിലത്ത് നിന്ന് പറിച്ചെടുത്ത പൂക്കളാണ് അത്. അപ്പോൾ കണ്ടോ അവിടെ താഴെ ആട്ടുംകുട്ടികൾ കിടന്ന് നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. അതിനപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ ഫെൻസിങ് ഉള്ള കാരണം അപ്പുറത്തോട്ട് നമുക്ക് കടക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ മന്നവന്നൂർ ലേക്കിലോട്ട്. അടുത്തായിട്ട് നമ്മൾ അവിടെയാണ് പോയത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കൊട്ടവഞ്ചി ഉണ്ട്. 100 രൂപയാണ് കൊട്ടവഞ്ചിക്ക് ചാർജ് വരുന്നത്. പിന്നെ ഒരു കുഞ്ഞൊരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡ് കഴിക്കണ്ടെന്ന് മാത്രമേ പറയുള്ളൂ, കാരണം ഒട്ടും തന്നെ വൃത്തിയില്ല.
ഞങ്ങൾ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് പോയൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത്. പക്ഷെ നമ്മൾ പോയ സമയത്ത് നമുക്കത് കാണാനായിട്ട് പറ്റിയില്ല, കോട മൂടി കിടക്കുന്നതായ കാരണം. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്കത് കാണാനായിട്ട് പറ്റി. ഞങ്ങൾ ശരിക്കും ഹാപ്പി ആയിരുന്നു ഈ ഒരു വ്യൂ കണ്ടപ്പോൾ. കാരണം ഇതിങ്ങനെ വീഡിയോയിൽ കാണേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. നിങ്ങൾ കൊടൈക്കനാലിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടേക്ക് ഒന്ന് പോയി നോക്കണം കേട്ടോ. അടുത്തായിട്ട് ഞങ്ങൾ പോയത് ഗുണ കേവ് കാണാനായിട്ടാണ്. 10 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഗുണ കേവ്, അതുപോലെ തന്നെ മൊയ്യാർ വ്യൂ പോയിൻ്റ്, പില്ലർ റോക്സ്, ഇതൊക്കെ കാണാൻ പോകുമ്പോൾ 4 മണിക്ക് മുന്നേ അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കണം. കാരണം 4 മണി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റുകാർ വന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും. അപ്പോൾ 4 മണിക്ക് മുന്നേ അവിടെ എത്താനായിട്ട് ശ്രദ്ധിക്കുക. ഗുണ കേവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരാം കമലഹാസൻ്റെ ഗുണ മൂവിയായിരിക്കും. മണ്ണിന് മേലെയായിട്ട് മരത്തിൻ്റെ വേരുകൾ തമ്മിൽ ഇങ്ങനെ ചുറ്റി പടഞ്ഞ് കിടക്കാനായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ മേളിലിരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ ആ ഷൂട്ടിംഗ് നടന്നതിന് ശേഷം ഈ ഗുഹ കാണാനായിട്ട് ആൾക്കാർ വരികയും അതിൽ 12ഓളം പേര് ആ ഗുഹയിൽ പെട്ട് മരണമടഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് കണക്കുകൾ. അതിനുശേഷം ആർക്കും തന്നെ ആ ഗുഹയുടെ അവിടേക്ക് ഇറങ്ങിപ്പോകാൻ അതിനൊന്നും പറ്റില്ല. ഇതുപോലെ ഇങ്ങനെ ഗ്രില്ലിട്ട് അടച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്കതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നു പാറയുടെ ഇടുക്കൊക്കെ. പക്ഷേ ഇതിപ്പോൾ നിറയെ പുല്ലൊക്കെ വന്ന് മൂടി നിൽക്കുന്ന കാരണം ഇപ്പം നമുക്കങ്ങനെ അധികം കാണാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അവർ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഗുണ കേവിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഡെവിൾസ് കിച്ചൺ. നമ്മളിവിടെ എത്തിയ സമയത്ത് ഇവിടെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും അവർ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വന്നിട്ട് പുറത്തോട്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് കയറിയതുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പറഞ്ഞേ. അങ്ങനെ നമ്മൾ ആരില്ലാത്ത സമയത്താണ് നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയത് ഇവിടെ അടുത്ത് തന്നെയുള്ള പില്ലർ റോക്ക് കാണാനും അതുപോലെ തന്നെ മൊയ്യാർ വ്യൂ പോയിൻ്റ് കാണാനായിട്ടാണ് പോയത്. പിന്നെ തൊട്ടടുത്തുള്ള ലിറിൽ വാട്ടർഫോൾസ് ആണ്, ലിറിൽ സോപ്പിൻ്റെ പരിസരത്തിലുള്ള ആ വാട്ടർഫോൾസ് ആണ് കേട്ടോ ഇത്. അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോയി. പിന്നെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങളത് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്തൊരു ഫോട്ടോ ആണിത്. അടിപൊളിയായിരുന്നു നൈറ്റ് വാക്കൊക്കെ. പിന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം 10:15 ബസ്സിനെയാണ് അവിടെ നിന്ന് തിരിച്ച് കയറിയത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിന് തൊട്ട് പുറകിലുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഈ 3 ദിവസത്തെയും ഫുഡ് കഴിച്ചിരുന്നത്. അടിപൊളി സർവീസായിരുന്നു, ഫുഡും സൂപ്പറായിരുന്നു. ഹോട്ടലിൻ്റെ പേര് ഞങ്ങൾ മറന്നുപോയി. 10:30 ബസ്സിനെയാണ് നമ്മൾ തിരിച്ചിവിടെ നിന്ന് പളനിയിലോട്ട് പോകുന്നത്. അപ്പോൾ ബസ് വന്നതിന് ശേഷം നമുക്ക് റിസർവേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ പളനിയിൽ നിന്ന് വന്നപ്പോൾ 10 രൂപ കൊടുത്ത് സീറ്റ് റിസർവ് ചെയ്ത പോലെ ഇവിടെ നിന്നും അതുപോലെ തന്നെ റിസർവ് ചെയ്യണം. ഇതാണ് ഇവിടുത്തെ റിസർവേഷൻ കൗണ്ടർ. അവിടെ 10:30 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഈ 10:30 ബസ് ഇവിടെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലല്ല വന്ന് കിടക്കുക, അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ വന്ന് കിടക്കുക. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഈ ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് അതിൽ കയറിയിരിക്കണം. അങ്ങനെ നമ്മുടെ ബസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഈ ബസ് ഫുള്ളാണ്. ഈ ബസ് ഇനി 1 മണിയാകുമ്പോൾ പളനിയിൽ എത്തും. അതിന് മുന്നേ ഒരു 10-15 മിനിറ്റ് നമ്മൾ വരുമ്പോൾ ചായ കുടിക്കാനായിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു 10-15 മിനിറ്റ് നിർത്തും. അല്ലാതെ വേറെ എവിടെ നിർത്തില്ല. ഇടയ്ക്ക് 1-2 സ്റ്റോപ്പ് അത്രയേ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയായിട്ട് തിരിച്ചു പോകുമ്പോൾ. പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്ക് പോകുന്നത് പളനിയിൽ നിന്ന് പൊള്ളാച്ചിയിലോട്ട് പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് തൃശ്ശൂർക്കുള്ള ബസ് ഉള്ളത്. കൊടൈക്കനാൽ ടു തൃശ്ശൂർ വരെയുള്ള ബസ് ചാർജൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വൈകിട്ട് 6 മണിക്കാണ് നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയത്, തൃശ്ശൂർ എത്തിയത്. വളരെ നല്ലൊരു യാത്ര തന്നെയായിരുന്നു. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.